നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നിലമ്പൂർ വഴിക്കടവിൽ പന്നിക്കണിയിൽ കുടുങ്ങി വിദ്യാർത്ഥി മരിച്ചതിൽ കേന്ദ്രീകരിച്ചാണ് ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണം ഇപ്പോൾ സജീവമാകുന്നത്. ആ വിദ്യാർത്ഥി, അതായത് അനന്തു എന്ന 10ാം ക്ലാസ് വിദ്യാർത്ഥിയായിട്ടുള്ള ആ കുട്ടിയുടെ വേദന ഇപ്പോൾ ഏറ്റവും കൂടുതൽ അറിയാൻ സാധിക്കുന്നത് അച്ഛനും അമ്മയ്ക്കും തന്നെയാണ്. കുടുംബത്തിന് നഷ്ടമായത് അവരുടെ ഏറെ പ്രിയപ്പെട്ട മകനാണ്, പ്രതീക്ഷയാണ്. എന്നാൽ രാഷ്ട്രീയക്കാർക്കാണെങ്കിലോ അവർക്ക് വീണ് കിട്ടിയ ഒരവസരവും. സംഭവത്തിന് പിന്നിൽ UDF ഗൂഢാലോചന എന്ന വനം മന്ത്രിയുടെ ആരോപണത്തിന്റെ ചുവടുപിടിച്ച വിവാദം തുടരുന്നതിനിടെ പ്രതിപക്ഷ നേതാവും UDF കൺവീനറും മരിച്ച അനന്തുവിന്റെ വീട്ടിൽ ഇന്ന് എത്തും. വന്യമൃഗ ആക്രമണവും വൈദ്യുത കെണിയിൽ പരാതി നൽകിയിട്ടും KSEB നടപടി എടുത്തില്ല എന്ന ആരോപണവും കൂടുതൽ ശക്തമാകാനാണ് UDFന്റെ നീക്കം. ഇന്ന് വഴിക്കടവ് KSEB ഓഫീസിന് മുന്നിൽ പ്രതിഷേധവും സംഘടിപ്പിക്കുന്നുണ്ട്. അനന്തുവിന്റെ മരണത്തിൽ BJPയും പ്രതിഷേധം ശക്തമാക്കുകയാണ്. K സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ ഇന്ന് നിലമ്പൂർ ഡിവിഷനിൽ ഫോറസ്റ്റ് ഓഫീസ് ഉപരോധിക്കും. വനമന്ത്രി AK ശശീന്ദ്രനും ഇന്ന് നിലമ്പൂരിൽ എത്തിയേക്കും. അനന്തുവിന്റെ വീട്ടിൽ എത്താനും സാധ്യതയുണ്ട്. ഇതിനിടെ കുട്ടി ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ പഞ്ചായത്ത് ഭരണസമിതി വീഴ്ച പറ്റിയെന്ന് ആരോപിച്ച് വഴിക്കടവ് പഞ്ചായത്ത് ഓഫീസിലേക്ക് LDF ഇന്ന് മാർച്ച് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതേസമയം നിലമ്പൂരിൽ 3ാം ഘട്ട പ്രചാരണത്തിന് തുടക്കമിടുകയാണ് UDF. അമരമ്പലം, അതുപോലെ തന്നെ പോത്തുങ്കല്ല് പഞ്ചായത്തുകളിലാണ് ആര്യാടൻ ഷൗക്കത്തിന്റെ ഇന്നത്തെ പ്രചാരണം. മണ്ഡലത്തിലെത്തുന്ന VD സതീശനും അടൂർ പ്രകാശും മുൻ DCC പ്രസിഡന്റ് VV പ്രകാശിന്റെ വീട്ടിൽ സന്ദർശിക്കും. അമരമ്പലം പഞ്ചായത്തിലാണ് ഇടത് സ്ഥാനാർത്ഥി M സ്വരാജ് ഇന്ന് വോട്ട് തേടി എത്തുക. NDA സ്ഥാനാർത്ഥി മോഹൻ ജോർജും PV അൻവറും പ്രചാരണം തുടരുകയാണ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പ്രചാരണം മുറുകവെയാണ് വഴിക്കടവിൽ പന്നിക്ക് വെച്ച കെണിയിൽ നിന്ന് ഷോക്കേറ്റ് വിദ്യാർത്ഥി മരിച്ച സംഭവത്തെ ചൊല്ലിയുള്ള രാഷ്ട്രീയ വിവാദവും കത്തിപ്പടരുന്നത്. സംഭവത്തിൽ ആരോപണ പ്രത്യാരോപണവുമായി മുന്നണി നേതാക്കൾ രംഗത്ത് വന്നതോടുകൂടി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ 2ാം ഘട്ടത്തിൽ മുഖ്യ അജണ്ടയായി നിലമ്പൂർ ഉൾപ്പെടുന്ന സംസ്ഥാനത്തെ മലയോര മേഖലയിലെ വന്യമൃഗശല്യം കടന്നുവന്നു. വനം വകുപ്പ് മന്ത്രിയുടെ വിടുവായത്തം നിറഞ്ഞ പ്രസ്താവന അടക്കം വിവാദങ്ങൾ വഴിവെച്ചു. സംഭവം സർക്കാർ സ്പോൺസേർഡ് കൊലപാതകമാണ് എന്ന ആരോപണവുമായി സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിന്റെ അടക്കമുള്ള UDF നേതാക്കളാണ് ആദ്യം രംഗത്തെത്തിയത്. അപകട വിവരം പുറത്തുവന്ന ശനിയാഴ്ച രാത്രി തന്നെ UDF പ്രവർത്തകർ നിലമ്പൂർ നഗരത്തിൽ റോഡ് ഉപരോധിച്ചു. രാത്രി 1:30 വരെ നീണ്ട സമരത്തിനിടെ UDF പ്രവർത്തകരും പോലീസും തമ്മിൽ രൂക്ഷമായ കയ്യാങ്കളിയാണ് ഉണ്ടായത്. പ്രവർത്തകരെ ബലമായി മാറ്റാനുള്ള പോലീസ് നീക്കം നാടകീയ രംഗങ്ങൾക്ക് വഴിവെച്ചു. വിദ്യാർത്ഥിയുടെ മരണം വലിയ ചർച്ചയായതോടുകൂടി അപകടത്തിനു പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചന എന്ന ആരോപണവുമായി വനം മന്ത്രി AK ശശീന്ദ്രനും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും ഉൾപ്പെടെയുള്ളവർ രംഗത്തെത്തിയത് വിവാദത്തെ കൂടുതൽ സങ്കീർണമാക്കി. അറസ്റ്റിലായ കോൺഗ്രസ് പ്രവർത്തകനാണ് എന്ന MV ഗോവിന്ദന്റെ പ്രസ്താവനയോട് രൂക്ഷമായാണ് പ്രതിപക്ഷ നേതാവ് VD സതീശനും KPCC പ്രസിഡന്റ് സണ്ണി ജോസഫും പ്രതികരിച്ചത്. വനം മന്ത്രിക്ക് ഒരു നിമിഷം പോലും അധികാരത്തിൽ തുടരാൻ അർഹതയില്ല എന്നുകൂടി ഇരുവരും പറഞ്ഞു. ഇതിനു പിന്നാലെ വനം മന്ത്രിയുടെ വിവാദ പരാമർശത്തിൽ പ്രതിഷേധിച്ചും രാജി ആവശ്യപ്പെട്ടും നിലമ്പൂരിൽ UDF പ്രവർത്തകർ മന്ത്രിയുടെ കോലം കത്തിച്ച് പ്രതിഷേധിച്ചു. വഴിക്കടവ് മുഖ്യമന്ത്രിയുടെ കോലം കത്തിച്ച് BJP പ്രവർത്തകരും പ്രതിഷേധവുമായി രംഗത്തെത്തി. അതിനിടെ വനം വകുപ്പിന് പിന്നാലെ വൈദ്യുത മന്ത്രി K കൃഷ്ണൻകുട്ടിയും വൈദ്യുത വകുപ്പ് ഉത്തരവാദിത്തത്തിൽ നിന്ന് കൈകഴുകി രംഗത്തെത്തി. പന്നികളുമായി ബന്ധപ്പെട്ട വിഷയം പഞ്ചായത്തിന് ഉത്തരവാദിത്തമാണെന്നായിരുന്നു ഗോവിന്ദന്റെ പ്രതികരണം. ഇതിന്റെ തുടർച്ചയായി UDF ഭരിക്കുന്ന വഴിക്കടവ് പഞ്ചായത്തിലേക്ക് തിങ്കളാഴ്ച മാർച്ച് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. LDF വിദ്യാർത്ഥിയുടെ മരണത്തിൽ ഗൂഢാലോചന ഉണ്ടോ എന്ന അന്വേഷണ ഏജൻസി പരിശോധിക്കുമെന്ന് മന്ത്രി V ശിവൻകുട്ടിയും വ്യക്തമാക്കി.